ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു യുണീക്കായിട്ടുള്ളൊരു സാധനം കേട്ടോ, പൊട്ടാറ്റോ ചിപ്സ്. പക്ഷേ പൊട്ടാറ്റോ ചിപ്സ് നിങ്ങൾ ആലോചിക്കുക എങ്ങനെ യുണീക്ക്, എല്ലാ കടയിലും കിട്ടും. ലേസിൻ്റെ അതിൻ്റെയൊക്കെ ഓരോന്ന് തൂക്കിയിട്ടിരിക്കുന്ന അങ്ങനത്തെ ഒന്നുമല്ല. MSG ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇതിൽ. പിള്ളേർക്ക് ധൈര്യമായിട്ട് കൊടുക്കാം, വലിയവർക്കും ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്. അത് വാട്ടി ഉണക്കി എടുത്തിട്ട് സ്റ്റോർ ചെയ്യുക ചെയ്യുന്നത്. ആവശ്യത്തിന് നമ്മൾ വറുത്തെടുക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്നൊന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്കും ഇതുപോലെ വീട്ടിൽ ചെയ്തെടുക്കാം. ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ ആൾക്കാർക്ക്, നിങ്ങൾക്ക് കൂട്ടുകാർക്കും ഒക്കെ പിള്ളേരുണ്ടെങ്കിൽ പിള്ളേർക്കും ഡെഫിനറ്റായിട്ടും ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ. പിന്നെ എൻ്റെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എൻ്റെ ചാനൽ. ഓക്കെ. അപ്പോൾ പ്രോസസ്സിലോട്ട് പോവാം. നമ്മൾ 4 കിലോ പൊട്ടറ്റോ വാങ്ങിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മളൊരു സംഭവം ഉണ്ടാക്കാൻ പോവാം. കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ പൊട്ടറ്റോ കഴുകിയെടുക്കുകയാണ്. തൊലിയോടെയാണ് കഴുകുന്നത്. കഴുകി ഇതുപോലെ ഞാൻ പൈപ്പിൻ്റെ ചോട്ടി വെച്ച് നല്ലപോലെ ഉരച്ച് അതിൽ മണ്ണ് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് ചുരണ്ടി കളയും. തൊലി അങ്ങനെ കളയണ്ട, ഇങ്ങനെ ചുരണ്ടിയിട്ട് ഒരു അരിപ്പയിൽ വെച്ചൊന്ന് വെള്ളം തോരാനായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി പിന്നെ എടുക്കാം. ഓരോത്തിനെയും നമ്മളിങ്ങനെ തുടച്ച് ഉണക്കി ഇങ്ങനെ എടുത്ത് വെക്കുന്നു. അയ്യോ, പോയി താഴെ. ഇത് നമ്മുടെ സ്ലൈസറാണ്. സ്ലൈസറിന് ഇങ്ങനെ ഗ്യാപ്പ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന ഒരു സംവിധാനമുണ്ട് ഇതിൽ. അപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി ഗ്യാപ്പ് കൂട്ടി കട്ടിക്കാണ് നമ്മൾ അരിയുന്നത്. നമുക്ക് നോക്കാം എത്ര കട്ടി കിട്ടുന്നുണ്ടെന്ന്. ഇപ്പം ഇത്തിരി കട്ടി കുറഞ്ഞു പോയി എന്നാണ് തോന്നുന്നത്. നോക്കട്ടെ. കട്ടി കുറഞ്ഞു പോയില്ലേ? ഇത് കുറഞ്ഞു പോയി. കുറച്ചുകൂടി കൂട്ടാം. കട്ടി ഉണ്ടെങ്കിലാണോ ടേസ്റ്റ് വരുന്നത്? കട്ടി കുറഞ്ഞു പോയി. ഇത് മതിയായിരിക്കും അല്ലേ? ഇനിയും കൂട്ടുന്നു. ഓക്കെ. ഇങ്ങനെ അടുത്ത് വരുമ്പോൾ പിന്നെ കൈ കൊണ്ട് അരിയരുത്, കൈ മുറിഞ്ഞു പോകും. അതിനാണ് ഈ സാധനം തന്നിരിക്കുന്നത്. ഇത് വെച്ചിട്ട് ഇങ്ങനെ അതിനെ ഒന്ന് ഇതാക്കി വെച്ചിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ കൈ പോകില്ല. ഇങ്ങനെ അരിഞ്ഞു കിട്ടും. എത്ര വേഗം ഇങ്ങനെ അരിഞ്ഞു കിട്ടുന്നു? പെട്ടെന്ന് അരിഞ്ഞു കിട്ടും. അപ്പം ഞാനിങ്ങനെ 4 കിലോ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഒരുപാട് നോക്കാം എത്ര സമയം കൊണ്ട് അരിഞ്ഞു കിട്ടുന്നേ. ഓക്കെ. മുഴുവൻ തീർന്നോ? യെസ്. 20 മിനിറ്റ് കൊണ്ട്, ഏകദേശം 20 മിനിറ്റ് കൊണ്ട് എല്ലാം തീർന്നു. 20 മിനിറ്റ് എടുത്തില്ല അല്ലേ? എടുത്തില്ല. 17. ഇവനാണ് അതിന്റെ ഒരു സഹായി അല്ലേ? അപ്പൊ നമുക്ക് ഇവനെ പെട്ടെന്ന് കറക്കുന്നതിന് മുമ്പ് ഇനി എന്താ ചെയ്യണ്ടേ? തിളച്ച ഉപ്പുവെള്ളത്തിലിട്ട് ഒന്ന് എന്താണ് പറയുന്നത്, വാട്ടിയെടുക്കണം. യെസ്, കപ്പയൊക്കെ വാട്ടുന്ന പോലെ വാട്ടിയെടുക്കാം. ഓക്കെ. നമുക്കിനി വാട്ടിലോട്ട് കടന്നാലോ? കൊണ്ടിരിക്കുകയാണ്. നല്ല ഉപ്പ് വേണം കേട്ടോ ഇതിന്. നല്ല കുറച്ച് ഉപ്പിട്ടായിരുന്നു. കുറച്ചുകൂടി ഉപ്പാവാം. എത്ര ഉപ്പിട്ടായിരുന്നു നേരത്തെ? 1 സ്പൂൺ. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ടോയെന്ന് തോന്നുന്നു അല്ലേ? അത് നോക്കിയിട്ടിടുക, വെള്ളത്തിൻ്റെ അളവനുസരിച്ച്. ഇപ്പോൾ ഒരു ചരുവത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഓവറായിട്ട് ഉപ്പ് വേണോ അതോ? ഓവർ ഉപ്പ് വേണ്ട, പക്ഷെ ഉപ്പ് വേണം, ഇച്ചിരി കൂടി നിൽക്കണം ഉപ്പ്. പിന്നെ ഉപ്പ് കുറഞ്ഞാലും നമുക്ക് വറക്കുമ്പോൾ ഉപ്പിടാലോ. നമുക്ക് ഇട്ടാലോ? ആ, അപ്പോൾ ഓക്കെ. അത് മതിയും തോന്നുന്നു. ഇതിലേക്കാണോ ഇടുന്നത്? അരിപ്പയിലോട്ട് നമ്മൾ വാട്ടിയെടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് വെള്ളം തോരാനായിട്ട് വയ്ക്കാം. തെറിക്കുന്നു വേണ്ട, നമുക്ക് ഇതിലിടും.
മതിയല്ലേ? ഇത് മതി. പുറത്ത് നല്ല വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ, അപ്പോൾ വേദന കൊണ്ട് ഉണക്കണം. ഇത് 2 മിനിറ്റ് കിടക്കട്ടെ അല്ലേ? എങ്ങനെ ഇതിന്റെ ടെക്സ്ചർ എങ്ങനെ ആവണം? വാടും ഇത് അങ്ങനെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഒന്ന് അതിൻ്റെ പച്ചപ്പൊന്ന് പോയി കിട്ടിയാൽ ഈ കൂട്ടി വെച്ചാലോ. ഹൈ ഫ്ലെയിം മതിയും തോന്നുന്നു. ആരാൻ പറ്റില്ല. മോരി മാറ്റാം. ജസ്റ്റ് ഒരു മിനിറ്റ് പോലും കിടന്നില്ല. 1 മിനിറ്റ് പോലും കിടന്നില്ല. അത് മതി. ഒരുപാട് തിന്നാവാതെ ശ്രദ്ധിക്കുക. ഇതെന്താ ഉണ്ടാക്കുന്നതെന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും. കപ്പ വാട്ടുന്ന പോലെ ഉരുളക്കിഴങ്ങ് വാട്ടി വെയിലത്തിട്ട് ഉണക്കി വറക്കുന്ന ചിപ്സ്. നമുക്ക് എൻ പ്രോഡക്റ്റ് ഇന്ന് കാണിക്കാൻ പറ്റില്ല. 2 ദിവസം എടുക്കും. ഇതൊന്ന് ഉണങ്ങി കിട്ടണം. വെയിലനുസരിച്ചിരിക്കും. നമ്മുടെ പിള്ളേർക്ക് ലേസ് ഒക്കെ വാങ്ങി കൊടുക്കുന്നതിന് പകരം അതെ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ ഹെൽത്തി ആയിട്ടിരിക്കും. ഇത് കുറേ നാൾ സ്റ്റോർ ചെയ്യാൻ ആവശ്യമനുസരിച്ച് വറുത്താൽ മതി. ഹെൽത്തി ഓപ്ഷൻ. ഇതിന്റെ ഈ ബ്ലേഡ് ഏകദേശം നമ്മുടെ ലേസ് ഒക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നത്. അതേപോലത്തെ ഡിസൈനാണ്. ഉണ്ടോ? ഒരു ഡിസൈനാണ്. കണ്ടോ, ഒരു ലേസിന്റെ ഡിസൈൻ ഉണ്ട് ഇതിന്. അപ്പൊ നമുക്ക് പിള്ളേർക്കൊക്കെ ഈസി ആയിട്ട് കൊടുക്കാം. അവരെ പറ്റിക്കാൻ ലേസാണല്ലോ. അല്ല, കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒന്ന് പേപ്പറിലോട്ടാക്കിയാൽ പെട്ടെന്ന് അങ്ങ് വെള്ളം അബ്സോർബ് ആയിപ്പോകും അല്ലേ? ചൂടാ സംഭവം. നല്ല ചൂടാ. ഇത് വാട്ടാനുള്ളത്, ഇത് വാട്ടിക്കഴിഞ്ഞത്. ഇത് ഇതിനകത്ത് കിടക്കുന്നതിന്റെ സ്റ്റാർച്ചാണോ? കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫുൾ 4 കിലോ പൊട്ടറ്റോ. നീ നമ്മൾ ഇവനെ ഉണക്കാൻ കൊണ്ടുപോകുന്നു അല്ലേ? അതിന് വാങ്ങിച്ച സാധനം ഒന്ന് കാണിച്ചു കൊടുത്തേ. നമ്മൾ വിരിക്കുമ്പോ കാണിക്കാം, എന്നാലും ഒന്ന് പരിചയപ്പെടുത്താം. ബാൽക്കണി നെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആമസോണിൽ ഓർഡർ ചെയ്ത ബാൽക്കണി നെറ്റ് ആണ്. ഭയങ്കര ഉപകാരമാണത്. വിരിക്കുമ്പോ നമുക്ക് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഒരു സാരി, കോട്ടൺ സാരി തറയിൽ വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് നെറ്റിൻ്റെ ഒരു ഭാഗം വിരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നേരിട്ട് സാരിയിലിട്ടാൽ ഇത് ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് എടുക്കാൻ പാടായിരിക്കും. അപ്പം നെറ്റാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇളകി കിട്ടും. എന്നിട്ട് പിന്നെ മറ്റേ സൈഡ് വെച്ച് കവർ ചെയ്യും. ഓക്കെ, വിട്ട് കഴിഞ്ഞിട്ട് കാണാം. തൊഴിലാളികളെന്ന് തിരിഞ്ഞ് കാണിക്കണേടി. നീ തന്നെ വീഡിയോ എടുത്തിട്ട് നമ്മളെ കാണണ്ടേ? ഒന്ന് മുഖം മാത്രം. നല്ല പൊരിഞ്ഞ വെയില. അതാ, ചിലപ്പോ ഒരു ദിവസം കൊണ്ടുപോണെങ്കിൽ കിട്ടുമല്ലേ? നോക്കാം. തൊഴിലാളികൾ ക്യാപ്പിട്ട് ഭയങ്കര വെയിലാണ്. ഓക്കെ, ഉണങ്ങിക്കഴിഞ്ഞ് കാണാം. അപ്പം ഇതാണ് നമ്മുടെ ഉണക്കി വെച്ച പൊട്ടറ്റോ. ഇത് കണ്ടോ? ഇത് വറുക്കുമ്പോൾ കുറച്ചുകൂടി വണ്ണം വെക്കില്ല, ഇതിന് കുറച്ചുകൂടി കട്ടിയാവും. ഉണങ്ങിയിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. എണ്ണയിലിടുമ്പോൾ കുറച്ച് ശരിയാവും. എണ്ണയിലിട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ? അപ്പം നമ്മൾ 4 കിലോ ചെയ്തിട്ട് നമുക്ക് ഏകദേശം 2 കിലോ 2 കിലോ ഒന്നും ഇല്ലാതെ 1.5 കിലോ 1.5 കിലോ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിങ്ങനെ വീർത്തിരിക്കുന്ന കാരണം ഇങ്ങനെ ഇരിക്കുന്നത്. ബാക്കി വറുത്തിട്ട് കാണാം. നമ്മുടെ പൊട്ടറ്റോ ചിപ്സ് ഉണങ്ങിയത് കണ്ടല്ലോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. എനിക്കത് 2 ദിവസം എടുത്ത് ഉണങ്ങി കിട്ടാനായിട്ട്.
അപ്പോൾ കട്ടി എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതലായിരുന്നു കട്ടിന്ന്, അത്രയും കട്ടി വേണ്ടായിരുന്നു. ഒരു ദിവസം കൊണ്ട് സാധാരണ നല്ല വെയിലുണ്ടെങ്കിൽ ഉണങ്ങി കിട്ടും. പക്ഷേ എനിക്ക് അത് 2 ദിവസം എടുത്തു ഉണങ്ങി കിട്ടാനായിട്ട്. പിന്നെ അത് കൂടാണ്ട് നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇടാവുള്ളൂ. മഴക്കാറോ മഴയോ വല്ലതും വരുന്നുണ്ടെന്ന് സൂചന കിട്ടുകയാണെങ്കിൽ പോലും ഇടരുത്. ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടറ്റോ വളിച്ചു പോകും. നല്ല വെയിലുണ്ടെങ്കിൽ മാത്രം ഇടുക. ഒരു ദിവസത്തെ നല്ല ഉണക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ദിവസം പകുതി ദിവസത്തെ ഉണക്ക് കിട്ടിയാൽ മതി, ഇത് ഉണങ്ങി കിട്ടും. അപ്പോൾ അത് സൂക്ഷിക്കുക. മീൻസ് വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇത് നമ്മൾ ചെയ്യാവുള്ളൂ. ഏർലി മോർണിംഗ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു 9:30 മുമ്പ് ഇത് വിരിച്ച് ഉണക്കാനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വെയിൽ കൊള്ളാണ്ട് രക്ഷപ്പെടും. അല്ലെങ്കിൽ വിരിക്കാൻ നേരത്ത് നമ്മൾ വെയിൽ കൊണ്ട് പൊരിഞ്ഞു പോകും. അപ്പോൾ നല്ല വെയിൽ സമയത്ത്, ഇപ്പോൾ വെയിലുണ്ട്, ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. വറുത്ത വീഡിയോ ഞാൻ വറുത്തു, പക്ഷേ എടുക്കാൻ വിട്ടുപോയി. അത് കാരണം ക്ഷമിക്കുക. വറുത്ത വീഡിയോ ഞാൻ ഷോർട്സായിട്ട് വല്ലതും ഇടാം. ഓക്കെ, എന്തായാലും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. ഓക്കെ, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്തിട്ട് ഷെയറും ചെയ്യണം എൻ്റെ വീഡിയോ. ഓക്കെ, ബൈ. സീ യു വിത്ത് അനദർ വീഡിയോ.